കുറച്ച് നമ്മൾ ഏതായാലും റമദാന് രണ്ടാമത്തെ 10-ന്റെ 1-ാമത്തെ ദിവസത്തിൽ നമ്മൾക്ക് അള്ളാഹു ജീവിക്കാൻ അവസരം തന്നല്ലോ. മഗ്ഫിറത്തിന്റെ 10-ാണ്. ഈ നേരം മുതൽ ഇസ്തിഗ്ഫാർ പതിവാക്കാൻ നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഇത്തരം പ്രയാസങ്ങളൊക്കെ പരിഹരിച്ചു പോകാൻ അള്ളാഹു വഴി തുറന്നു തരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാലോ. അങ്ങനെ അള്ളാഹു ഒരു പക്ഷേ നമുക്കിതിന് പരിഹാരം കാണിച്ചു തരുമ്പോൾ ജീവിതത്തിൽ സന്തോഷം, ശിഷ്ടകാലത്തിൽ സന്തോഷം, ഖബറിൽ പോയി കിടക്കുമ്പോൾ സന്തോഷം, അതിനുശേഷമുള്ള ജീവിതത്തിലൊക്കെയും സന്തോഷം. റഹ്മാനായ റബ്ബ് അങ്ങനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ആ വിധം നമ്മുടെയൊക്കെ ജീവിതത്തെ സന്തോഷകരമായി കൊണ്ടുപോകാൻ അവസരം തരട്ടെ. ആമീൻ. അപ്പോൾ അത്താഴത്തിൻ്റെ നേരത്തുള്ള പ്രത്യേകമായ പ്രാർത്ഥന എന്ന് ഞാൻ പറയാൻ ചില കാരണങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വർത്തമാനം, ഒരു ഹദീസ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 1-ാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന്. അള്ളാഹു ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: അള്ളാഹു നിങ്ങളോട് ഒന്നുകൂടി അടുത്തുകൊണ്ട് അവരോട് എന്ത് ചോദിക്കുമ്പോഴും ഉത്തരം തരാനുള്ള സന്നദ്ധതയിൽ നിൽക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ നിന്നിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഏതായാലും അത്താഴത്തിന് എഴുന്നേൽക്കാറുണ്ട്, ഭക്ഷണം കഴിക്കാൻ എഴുന്നേൽക്കും. കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് കുറച്ച് നേരം എല്ലാവർക്കും സെൽഫായിട്ടൊരു സമയം വേണം. ഉമ്മമാരിപ്പോൾ ഒരു 4:30 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്ക് എഴുന്നേറ്റ് ഉണ്ടാക്കി വെച്ച ചോറൊക്കെ ഒന്ന് ചൂടാക്കി, എന്തെങ്കിലും പുതിയത് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കി എല്ലാതും വെച്ചു കൊടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാം കഴിയുമ്പോൾ പിന്നെ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പടച്ചവനോട് തോർക്കാനൊരു സമയം കിട്ടുന്നില്ല. അങ്ങനെ ആയിക്കൂടാ. എത്ര റമദാൻ വരുന്നു, നമ്മൾ ഇതന്നെ മെയിൻ പരിപാടിയാകാനും പറ്റൂലല്ലോ. ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് റമദാനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സംഭവമായിട്ട് കാണാൻ പാടില്ല എന്നാണ്. ഇഹ്യാ ഉലൂമുദ്ദീനിൽ മഹാനായ ഗസാലി ഇമാം തങ്ങൾ പറയുന്നൊരു വർത്തമാനമുണ്ട്. റമദാൻ വന്നിട്ട് റമദാൻ്റെ ഭക്ഷണവും റമദാൻ്റെ മുമ്പത്തെ ഭക്ഷണവും തമ്മിൽ വലിയ മാറ്റമൊന്നും ഇല്ല എങ്കിൽ പിന്നെ റമദാനിലെ നോമ്പിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ പകരം കിട്ടുന്ന പോലെയാണ് തോന്നുക. പകൽ സമയത്ത് രാവിലെ ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല, ഉച്ചക്കും ഭക്ഷണമില്ല, വൈകുന്നേരം ചായയില്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ എല്ലാം കൂടി പകരം വീട്ടുന്ന ഒരു റിവെഞ്ചാണ് പിന്നെ നോമ്പ് തുറ വാങ്ങണ് കൊടുത്താൽ പിന്നെ നമ്മളെ പരിപാടി. വാങ്ങ് കൊടുത്ത ഉടനെ ഒന്ന്, നിസ്കാരം കഴിഞ്ഞിട്ട് മറ്റൊന്ന്, തറാവയ്ക്ക് ശേഷം മറ്റൊന്ന്, അത്താഴത്തിൽ ഭക്ഷണം കഴിക്കണം വേണ്ടത് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഹമ്മ് അതാവാൻ പാടില്ല. നമ്മുടെ ഹമ്മ് അള്ളാഹു നമ്മെ ഇങ്ങനെ പരിപോഷിപ്പിക്കാനും ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുള്ള ആളുകളായി മാറാനും വേണ്ടി നോമ്പ് നിർബന്ധമാക്കിയിട്ട് പിന്നെ നോമ്പ് കഴിഞ്ഞപ്പോഴും നോമ്പിൻ്റെ ശേഷവും മുമ്പും ഒക്കെ നമ്മൾ പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും മറ്റൊന്നും യാതൊരു മാറ്റവും ഇല്ലെങ്കിൽ നോമ്പ് പിന്നെ നമുക്ക് എങ്ങനെയാണ് അനുകൂലമായത്? നോമ്പ് നമുക്ക് ഏതർത്ഥത്തിലാണ് അനുകൂലമായത് എന്ന ഒരു ആലോചന നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ നടത്തണം.